ഇവിടെ ഒരാൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ക്ലൈമറ്റ് കാരണം അത് പെട്ടെന്ന് ഫ്രീസ് ആവുന്നു. അത് കണ്ട് അയാൾക്ക് ഒരു ഐഡിയ തോന്നിയതും അയാൾ അതുപോലെ ഒത്തിരി ഉണ്ടാക്കി ഒരു ഡെക്കറേറ്റീവ് ആർട്ട് തന്നെ ഉണ്ടാക്കുന്നു. ആക്ച്വലി അയാൾ ടൈം ട്രാവൽ ചെയ്ത് ശിലായുഗത്തിൽ വന്ന് പെട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഗൊറില്ലാസ് അയാളുടെ താടി കണ്ട് അയാൾ അവരുടെ ആളാണെന്ന് വിചാരിച്ച് അവരുടെ കൂട്ടത്തിൽ ചേർക്കുന്നു. പക്ഷെ അയാൾക്ക് ഒത്തിരി നാൾ അവയ്ക്കൊപ്പം ആയിരിക്കാൻ കഴിയാതെ തന്റെ താടി ഷേവ് ചെയ്ത് മനുഷ്യനെ അന്വേഷിച്ചു പോകുന്നു. നോക്കുമ്പോൾ അയാൾ പോകുന്ന വഴിയിൽ വലിയൊരു ഡൈനോസറിന്റെ മുന്നിൽ അകപ്പെടുന്നു. ഉടനെ അയാൾ ഒരു സ്ലിംഗ് ഷോട്ട് യൂസ് ചെയ്ത് അതിന്റെ മുട്ടകളെ പൊട്ടിക്കുമെന്ന് പറഞ്ഞതും ആ ഡൈനോസർ അയാളെ വിടുന്നു. അത് മാത്രമല്ല അയാൾക്ക് ഗിഫ്റ്റായി ഒരു തേനീച്ചക്കൂടും കൊടുക്കുന്നു. അതിനുശേഷമാണ് മനസ്സിലാവുന്നത് ആ ഡൈനോസർ അയാളെ പറ്റിച്ചതാണ്. അയാൾ ആ തേനീച്ചക്കൂട് കയ്യിലെടുത്ത അടുത്ത നിമിഷം തന്നെ വലിയൊരു തേനീച്ച വന്ന് അയാളുടെ തലയിൽ കുത്തുന്നു. അതോടെ അയാൾ ബോധം കെട്ട് വീഴുന്നു. അതിനുശേഷം ഒരു ആദിവാസി ടീം അയാളെ രക്ഷിച്ച് അവരുടെ അടിമയാക്കി കൊണ്ടുപോകുന്നു. അപ്പോൾ അവരിൽ ഒരാളെ അയാൾ രക്ഷിച്ചതുകൊണ്ട് അയാളെയും അവരുടെ ഗ്യാങ്ങിൽ ഒരാളാക്കി മാറ്റുന്നു. അതിനുശേഷം അയാൾ അവിടെയുള്ള ജനങ്ങൾക്ക് വ്യവസായത്തിൽ തുടങ്ങി അയാൾക്ക് അറിയാവുന്ന എല്ലാം പറഞ്ഞു കൊടുക്കുന്നു. അയാളുടെ ബുദ്ധി കാരണം അവരുടെ നാട് കുറച്ചായി ഡെവലപ്പ് ആവാൻ തുടങ്ങുന്നു. അങ്ങനെ എല്ലാം നന്നായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു വലിയ ഗ്യാങ് അവരെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. അപ്പോൾ പ്രശ്നം സോൾവ് ചെയ്യുന്നതിനായി അവർക്കിടയിൽ ഫുട്ബോൾ മാച്ച് നടത്താൻ തീരുമാനിക്കുന്നു. അതിനുശേഷം ആ മാച്ച് സ്റ്റാർട്ട് ചെയ്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു ഘട്ടത്തിൽ അയാളുടെ ടീം തോൽക്കാൻ പോകുന്ന സാഹചര്യത്തിൽ അയാൾ അടിച്ചൊരു ഗോൾ കാരണം അവരുടെ ടീം വിൻ ചെയ്യുന്നു. അതേസമയം ആ ഗെയിം കാരണം ആ രണ്ട് ടീമുകളും ഒന്നായി അവർക്കിടയിൽ സമാധാനവും ഉണ്ടാവുന്നു.